ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്ന് ഞാനൊരു പുതിയ കോംബോ ആയിട്ടാണ് വന്നത്. എനിക്ക് കണ്ടിട്ട് മനസ്സിലായിനാ, ഇല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇല്ലേ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടുപൊടി വെച്ചിട്ടുള്ള നെയ്പ്പത്തിലും പിന്നെ ഒരു മട്ടൻ കറിയുമാണ്. ഒരു നാടൻ കേരള സ്റ്റൈൽ മട്ടൻ കറി. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ മട്ടൻ്റെ റെസിപ്പീസ് കൂടുതൽ കാണിക്കൽ കുറവാണ്. അധികവും ബീഫ് ചിക്കന് എല്ലാം കാണിക്കൽ. അപ്പോൾ നോർമൽ ഒരു നല്ല ടേസ്റ്റുള്ള കേരള സ്റ്റൈൽ സ്പൈസി മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. ആദ്യം ഒരു 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എടുക്കുക. മട്ടനിൽ കുറച്ച് നെയ്യ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഓയിലിൻ്റെ ആവശ്യം കൂടുതലില്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട ഇത് മൂന്നും കൂടി ഇടുക. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ നെയ്പ്പത്തിലിനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കറി നമുക്ക് ഏത് ഐറ്റത്തിനും ഉണ്ടാക്കാം കേട്ടോ. എല്ലാത്തിനും മാച്ച് ആവുന്നൊരു മട്ടൻ കറിയായത്. അപ്പോൾ ഇല്ലേ, ഞാൻ 3 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തത്. ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻ്റ് എല്ലാം താഴെ എഴുതി കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മുളക് പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി. ഇത് കാശ്മീരിയും എരിവുള്ള മുളകും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് പൊടിച്ചാണ്. പിന്നെ 2 ടേബിൾ സ്പൂണ് തന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി, പിന്നെ വേണ്ട പെരുംജീരകം പൊടിച്ചതാണ്. ഇത് പൊടിച്ചതോ ക്രഷ് ചെയ്തതോ വലിയ ജീരകം, ഫെനൽ സീഡ്. അപ്പോൾ അത് ഞാൻ 1 ടീസ്പൂണാണ് എടുത്തത്. ടേബിൾ സ്പൂണിൽ നിറച്ചില്ല, ടീസ്പൂണിലാണ് 1 ടീസ്പൂണ് നിറച്ച്. അപ്പോൾ ഇതെല്ലാം കൂടി ഉള്ളിൻ്റെ കൂടെ തന്നെ ഒന്ന് ആദ്യം വറുത്തെടുക്കാം. തക്കാളി ഇടുന്നതിന് മുന്നേ ഉള്ളിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഈ പൊടികളെല്ലാം വറുത്തെടുക്കണം. എന്നാൽ മാത്രമേ ഇത് നല്ല റോസ്റ്റായിട്ട് വരൂ. നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ഒരു 1-1.5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കാം. പൊടിയെല്ലാം മൂത്തിട്ട് നല്ലൊരു സ്മെല്ല് വരുവേ. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ അതിൽ വെള്ളം വന്നു കഴിയുമ്പോൾ ഇതിങ്ങനെ വറുക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള തക്കാളി, എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്, 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് ഞാൻ ഒന്ന് ചതച്ചെടുത്താണ്. പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് 1 കിലോ മട്ടനാണ് ഞാൻ ഇതിലേക്ക് എടുത്തത്. 1 കിലോ മട്ടൻ ഇട്ട് കൊടുത്തതിന് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും ഇടാം. ഈ സമയത്ത് മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുരുമുളക് പൊടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഉള്ളിൻ്റെ കൂടെ ഇട്ടിന്, ബാക്കി എക്സ്ട്രാ വേണ്ടുന്ന ഉപ്പ് ഇപ്പവും കൂടി ഇട്ട് കൊടുത്തിന് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാലില്ലേ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം കൂടുതൽ വേണ്ട, കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. കാരണം മട്ടണിന് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ കറി ഭയങ്കര ലൂസായി പോകും. അതുകൊണ്ട് കുറച്ച് മാത്രം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയാൽ മതി. ഇനിയിപ്പോൾ ഇല്ലേ, ഇത് അടച്ച് വെച്ചിട്ട് മട്ടൺ നന്നായിട്ട് കുക്കാവുന്നവരെ വേവിച്ചെടുക്കുക. ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഒരു 6 വിസിലാക്കി എടുത്തന്. അപ്പം മട്ടൺ നന്നായിട്ട് കുക്കായി വന്നന്. ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് നെയ്പ്പത്തിലിനുള്ള പരിപാടി തുടങ്ങാം. കാരണം ഇത് ഭയങ്കര സിമ്പിളാണ് പുട്ടുപൊടി വെച്ചിട്ടുണ്ടാക്കുമ്പോൾ. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇത് 100% പെർഫെക്റ്റ് നെയ്പ്പത്തിലല്ല. കണ്ണൂരുകാരെല്ലാം ഇത് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന നെയ്പ്പത്തിലിൻ്റെ അത്രയും പെർഫെക്ഷൻ കിട്ടൂല. പക്ഷേ പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്, സിമ്പിളാണ്. അപ്പോൾ ഒരു 80% നമുക്ക് പെർഫെക്ഷൻ ഉണ്ടാവും കേട്ടോ, ഒരു 80%. അപ്പോൾ ഞാൻ അജ്മീൻ്റെ 2 കപ്പ് പുട്ടുപൊടി എടുത്തിന്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ടിട്ട് ആദ്യം ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഞാൻ എടുത്തിന്. നല്ല തിളപ്പിച്ച വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാൻ. 1 കപ്പ് പുട്ടുപൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 2 കപ്പ് പുട്ടുപൊടി എടുത്തുകൊണ്ട് 3 കപ്പ് വെള്ളം, അതാണ് മെഷർമെൻറ്റ് കേട്ടോ. നിങ്ങൾ എത്ര കപ്പാണോ പുട്ടുപൊടി എടുക്കുന്നത് ആ സെയിം കപ്പിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓക്കെ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒന്ന് മിക്സാക്കി കൊടുക്കണം. അടിയിലോട്ടെല്ലാം എത്തുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ട് ഇത് അടച്ച് വെക്കുക. ഇതൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ച് വെക്കണം കേട്ടോ. എന്നാൽ ഈ അരിയെല്ലാം ഒന്ന് കുതിർന്ന് വരും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പത്തിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ സാധാരണ നോർമൽ പത്തിലിൻ്റെ റെസിപ്പിയിൽ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതിന്. ഇത് ഒരു DIY, ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് പത്തിലുണ്ടാക്കുക എന്നുള്ളൊരു റെസിപ്പിയാണ്. ഇനി ഒരു മിക്സിൻ്റെ ജാറിലോട്ട് 1 കപ്പ് തേങ്ങ, 1 മീഡിയം സൈസിലുള്ള സവാള, 1 ടേബിൾ സ്പൂണ് പെരുംജീരകം, വലിയ ജീരകം, ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. ഇത് അരക്കാൻ പാടില്ല, ഒന്ന് ചതക്കാനേ പാടുള്ളൂ കേട്ടോ. ഇനി ഇത് അരിയിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാനില്ലേ, നിങ്ങളിത്
ട്രൈ ചെയ്തവരാണെങ്കിൽ ഓക്കെ, ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ അവരോടാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് കണ്ണൂരിലുള്ളവരിലാണെങ്കിൽ നെയ്പ്പത്തിൽ ഭയങ്കര പെർഫെക്ഷൻ വേണമെന്നെല്ലാം വിചാരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മൾ നോർമൽ നെയ്പ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ പച്ചരി ഒന്ന് ക്രഷ് ചെയ്തിട്ടല്ലേ ഇടും. ഇതങ്ങനെയൊന്നുമില്ല. സിംപ്ലസ്റ്റ് വേ ആണ്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഗസ്റ്റെല്ലാം വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അല്ലെങ്കിൽ നമുക്ക് മടിയുള്ള സമയത്ത് നെയ്പ്പത്തിൽ വേണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാം. എന്തായാലും അടിപൊളിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടാ. അപ്പോൾ ഞാൻ തേങ്ങയും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തേനെ. നമുക്ക് വെള്ളം ചേർക്കണമെന്നെല്ലാം തോന്നും, പക്ഷേ കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഉള്ളു ഭയങ്കര സോഫ്റ്റായി പോകും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി ബോളാക്കുന്ന സമയത്ത് നമുക്ക് ഷേപ്പാക്കാനും പറ്റണം. പക്ഷേ സൈഡെല്ലാം ചെറിയ ക്രാക്സ് വീഴും. നമ്മൾ നെയ്പ്പത്തിൽ അങ്ങനെ തന്നെയല്ലേ, നല്ല ടൈറ്റിൽ തന്നെയല്ലേ കുഴക്കാം. അഥവാ ഭയങ്കര ടൈറ്റാണ് എന്നുണ്ടെങ്കിൽ, തീരെ പരത്താൻ പറ്റുന്നില്ല, ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഞാൻ ഒഴിച്ചൊന്ന് മിക്സാക്കി ഒന്ന് കുഴച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് പരത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാണ് കറക്റ്റ് പരുവം കേട്ടോ. ഇനി നല്ല തിളച്ച ഓയിലിലേക്ക്, ഞാനിവിടെ സൺഫ്ലവർ ഓയിലായിട്ട് നല്ല തിളച്ച ഓയിലിലേക്ക് ഇട്ടിട്ട് ഒന്ന് അപ്പുറം ഇപ്പുറവും തിരിച്ചിട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. കുറേ സമയം തിരിച്ചു മറിച്ച് വിടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സൈഡ് നല്ല ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ തിരിച്ചിടുക, കോരിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പുട്ടുപൊടി വെച്ചിട്ടുള്ള നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ. ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നോർമൽ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ നെയ്പ്പത്തിൽ റെസിപ്പി ഷാമീസ് ഓൺ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു റെസിപ്പി കിട്ടും കേട്ടോ. ഞാൻ കുറേ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള നെയ്പ്പത്തിലാണ് ഉണ്ടാക്കിയെടുത്തിന്. ഒരു ഏകദേശം ഒരു 30 നെയ്പ്പത്തിൽ വരെ ഞാൻ ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റും. 2 കപ്പ് അരിപ്പൊടി വെച്ചിട്ട്, 2 കപ്പ് പുട്ടുപൊടി വെച്ചിട്ട്. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള, പുറമേ നല്ല ക്രിസ്പിയും ഉള്ളൊരു മീഡിയം സോഫ്റ്റല്ലായിട്ടുള്ള നല്ല അടിപൊളി നെയ്പ്പത്തിലാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളാണ്. രാവിലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇനി അപ്പോൾ നമ്മളില്ലേ കറി വേവിക്കാൻ വെച്ചിട്ടില്ലേനാ, കറി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ടുണ്ടാവും കേട്ടോ. വെള്ളമൊന്നും കൂടി പോവാണ്ട് നോക്കിയാൽ മതി. ഇനിയിലൊന്നും ചെയ്യണ്ട, ഇങ്ങനെ തന്നെ സെർവ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള നാടൻ സ്റ്റൈൽ മട്ടൻ കറിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കുരുമുളക് ഇടുക, മല്ലിയില ഇടുക, പുതിനയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ കറിവേപ്പില മാത്രമായിട്ട് ഇട്ടിട്ടുള്ളൂ. എനിക്കിത് മാത്രം ഇട്ടിട്ട് ഈ ഒരു സ്റ്റൈൽ, നാടൻ സ്റ്റൈലിൽ വെക്കുമ്പോൾ എനിക്ക് കറിവേപ്പില മാത്രമാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അഥവാ വെള്ളം കുറച്ച് കൂടുതലാണെന്ന് തോന്നിയാൽ ഒന്ന് വറ്റിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ മട്ടൻ കറി ഇതുപോലെ വെക്കാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്ക്. സ്പെഷ്യലായിട്ടൊന്നുമില്ല, സിമ്പിൾ വേ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടും കൂടി അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ തന്നെ ബീഫായാലും നെയ്പ്പത്തിന് അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ.